അൾത്താര സംഘത്തിന്റെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 2024-25 പ്രവർത്തന വർഷം അൾത്താര സംഘത്തിൽ 53 കുട്ടികളുണ്ട്. ഡയറക്ടർ ഫാദർ തോമസ് വടക്കൂട്ടച്ചനും ആനിമേറ്റർ സിസ്റ്റർ ചൈതന്യ, ഡീക്കൻ ജോബിൻ ഐനിക്കൽ, ദേവാലയ ശുശ്രൂഷി സ്റ്റീഫനും അൾത്താര സംഘാംഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അനുദിന ദിവ്യബലി. എല്ലാ അൾത്താര സംഘങ്ങൾക്കും ആഴ്ചയിൽ 2 ദിവസം വീതം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ദിവസം വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. എല്ലാ ദിവസവും 15 മുതൽ 25 അൾത്താര ബാലന്മാർ വരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പട്ടിക്കാട് ഫൊറോണ പള്ളിക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ജോൺ ബെർഗ്മൻസിനോടുള്ള പ്രാർത്ഥനാ ഭക്തി. എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് മുമ്പും ശേഷവും സങ്കീർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള അൾത്താര സംഘത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർഗ്മൻസിന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് അൾത്താര സംഘാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാളിനൊരുക്കമായ ദിവസങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥന എല്ലാവരും ഒന്നിച്ച് നടത്തുന്നു. അറ്റൻഡൻസ് രജിസ്റ്റർ ആൻഡ് ഗ്രേസ് മാർക്ക്. എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് വരുന്ന അൾത്താര സംഘാംഗങ്ങൾക്ക് അറ്റൻഡൻസും ഗ്രേസ് മാർക്കുമുണ്ട്. കൂടുതൽ ഗ്രേസ് മാർക്കുള്ളവരെ ഫ്രീ ആയി ടൂർ കൊണ്ടുപോകുന്നു. എല്ലാ മാസവും ഒരു മോഡൽ ഓൾട്ടർ ബോയെ തിരഞ്ഞെടുത്ത് സമ്മാനം നൽകുന്നു. വർഷാവസാനം കൂടുതൽ അറ്റൻഡൻസ് ഉള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. എല്ലാ മാസവും മീറ്റിംഗ്. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച അൾത്താര സംഘാംഗങ്ങൾക്ക് വികാരി അച്ഛന്റെയും ആനിമേറ്ററിന്റെയും ഡീക്കന്റെയും ദേവാലയ ശുശ്രൂഷി സ്റ്റീഫന്റെയും നേതൃത്വത്തിൽ മീറ്റിംഗ് നടത്തുന്നു. പ്രാർത്ഥനയോടെ മീറ്റിംഗ് ആരംഭിക്കുന്നു. പ്രസിഡന്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. വികാരി അച്ഛൻ ഓരോ മാസത്തെയും വിലയിരുത്തുകയും നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ആനിമേറ്റർ ആ മാസത്തെ പ്രത്യേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഡീക്കനും സ്റ്റീഫനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പൂന്തോട്ട നിർമ്മാണം. സെമിത്തേരിയിൽ അൾത്താര സംഘാംഗങ്ങളുടെ പരിശ്രമ ഫലമായി ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയും ഒഴിവു സമയങ്ങളിൽ പൂന്തോട്ടം പുല്ല് പറിച്ച് വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. കുംഭസാരം. എല്ലാ മാസാദികളിലും അൾത്താര സംഘാംഗങ്ങൾ കുംഭസാരിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ പ്രത്യേക പ്രവർത്തനങ്ങൾ. ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ്. ജൂൺ 13-ന് 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് ഹെൻറി ബെന്നി, സെക്രട്ടറി ആരോൺ ബിജു, ട്രഷറർ ജോയൽ ജോമോൻ, വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റോ സിനോ, ജോയിന്റ് സെക്രട്ടറി ആൽവിൻ ജോയ് എന്നിവരായിരുന്നു പുതിയ ഭാരവാഹികൾ. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ബെർഗ്മൻസ് ഡേ പതാക ദിനം. അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർഗ്മൻസിന്റെ തിരുനാളിനൊരുക്കമായി 9 ദിവസം മുമ്പ് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും എല്ലാവരും ചേർന്ന് 5000 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുകയും ചെയ്തു. തിരുനാൾ ദിനത്തിൽ അൾത്താര സംഘാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തുകയും വിശുദ്ധ ബലിക്ക് ശേഷം പതാക ഉയർത്തുകയും പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് അൾത്താര സംഘാംഗങ്ങളുടെയും മാതാപിതാക്കളുടെയും ഗ്യാതറിംഗ് നടത്തി. റവറന്റ് ഫാദർ ലിൻസൺ തട്ടിൽ ക്ലാസ് എടുത്തു. വാർഷിക റിപ്പോർട്ട് അവതരണവും കുട്ടികളുടെ ചെറിയ കലാപരിപാടികൾ നടത്തുകയും എല്ലാവർക്കും സ്നേഹവിരുന്ന് നൽകുകയും ചെയ്തു. ഓറിയന്റേഷൻ ക്ലാസ്. ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരു അർദ്ധദിന സെമിനാറും ആരാധനയും അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി പ്രൊമോട്ടർ റവറന്റ് ഫാദർ സിജോ മുരിങ്ങാത്തേരിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഫൊറോന അതിരൂപത മത്സരങ്ങൾ. പട്ടിക്കാട് ഫൊറോന തലത്തിൽ നടന്ന കലാമത്സരങ്ങളിൽ നമ്മുടെ അൾത്താര സംഘാംഗങ്ങൾ 1ാം സ്ഥാനം നേടി. തുടർച്ചയായി 2ാം തവണയും പട്ടിക്കാട് ഇടവക ഓവറോൾ ഫസ്റ്റ് നേടുകയും ചെയ്തു. അതിരൂപത മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ആസ്റ്റിൽ ഷിജു മോണാക്റ്റിന് എ ഗ്രേഡ് നേടുകയും ചെയ്തു. ജപമാല സമർപ്പണം. ഒക്ടോബർ മാസത്തിൽ ഇടവകയിലെ 10 ഭവനങ്ങളിലുള്ള ആഘോഷമായ ജപമാല സമർപ്പണത്തിൽ അൾത്താര സംഘാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും
ജപമാല പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 5:30 മുതലുള്ള ആരാധനയിലും ജപമാലയിലും അൾത്താര സംഘങ്ങൾ പങ്കെടുത്തു. പ്രയർ ഫണ്ട് കളക്ഷൻ. അതിരൂപതയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒക്ടോബർ മാസത്തിൽ പ്രയർ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മാലാക കുറിപ്പ് തയ്യാറാക്കുകയും കുട്ടികൾ സമാഹരിച്ച തുക അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അത്താണി പീസ് ഹോം ഗ്രേസ് ഹോം സന്ദർശനം. ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് 2 ബാച്ചുകളായി അത്താണി പീസ് ഹോം ഗ്രേസ് ഹോം സന്ദർശിക്കുകയും കുട്ടികൾ കൊണ്ടുവന്ന ഉപയോഗ വസ്തുക്കളും 10,000-ഓളം രൂപയും അവിടെ നൽകുകയും ചെയ്തു. സ്നേഹാലയം റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശനം. മാനസിക വൈകല്യമുള്ള യുവജനങ്ങൾക്കായി നമ്മുടെ ഇടവകയിൽ MMB ബ്രദേഴ്സ് നടത്തുന്ന സ്നേഹാലയം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പൊതിച്ചോറ് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയും അവരോടൊത്ത് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസിനൊരുങ്ങുന്നതിനായി സുഹൃത പുസ്തകം ഓരോരുത്തർക്കും നൽകുകയും ഓരോ ദിവസവും ചെയ്യുന്ന സുഹൃതങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. നോമ്പിന്റെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ വരുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് അൾത്താര സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ പുൽക്കൂട് ഒരുക്കുകയും ക്രിസ്തുമസ് ട്രീ ഒരുക്കുകയും കരോൾ നടത്തുകയും ചെയ്തു. ഇടവക ഡയറക്ടറി. ഈ വർഷത്തെ അൾത്താര സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഇടവക ഡയറക്ടറി തയ്യാറാക്കാൻ കഴിഞ്ഞത്. ഇടവകയുടെ ചരിത്രവും ഇടവകയിൽ ഇന്നോളം സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വികാരി അച്ഛന്മാരുടെയും കൊച്ചച്ഛന്മാരുടെയും കൈക്കാരന്മാരുടെയും പേരുകളും ഇടവക ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിവിധ സംഘടനകളുടെ ചിത്രങ്ങളും ഇടവകയിലെ എല്ലാ യൂണിറ്റുകളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങളും ചേർത്ത ഇടവക ഡയറക്ടറി തയ്യാറാക്കാൻ സാധിച്ചു എന്നത് അഭിമാനാർഹമാണ്. ഇതിനായി കൂപ്പണുകൾ വിറ്റ് 1,00,000-ഓളം രൂപ സമാഹരിക്കുകയുണ്ടായി. പരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ ഇടവക ഡയറക്ടറി അടിക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. ഇതിനു വേണ്ട എല്ലാ സഹകരണവും പ്രോത്സാഹനവും നൽകിയ മുൻ വികാരി ജീജോ വെള്ളുപ്പാറയച്ചനും എല്ലാ മാതാപിതാക്കൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മലയാറ്റൂർ തീർത്ഥാടനം. നോമ്പിന്റെയും പരിത്യാഗത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വികാരി ഡെന്നി താണിക്കലച്ചന്റെയും ഡീക്കൻ ജോബിന്റെയും നേതൃത്വത്തിൽ അൾത്താര സംഘാംഗങ്ങൾ മലയാറ്റൂർ തീർത്ഥാടനം നടത്തി. വിശുദ്ധ വാരത്തിലെ എല്ലാ കർമ്മങ്ങളിലും അൾത്താര സംഘാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. 50 നോമ്പിന്റെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകി. പിക്നിക്. ഈ വർഷം അൾത്താര സംഘാംഗങ്ങൾ ഒരു ദിവസത്തെ ഉല്ലാസയാത്രയ്ക്കായി ഡ്രീം വേൾഡ് വാട്ടർ പാർക്കിലേക്ക് പോയി സന്തോഷത്തോടെ തിരിച്ചു വന്നു. ദേവവിളി. ഈ വർഷം ഓൾട്ടർ ബോയ്സിൽ നിന്നും ആൽഫിൻ ഡേസൻ വട്ടേകാട്ടുകര ദേവവിളി സ്വീകരിച്ച് CMI തൃശൂർ ദേവമാതാ പ്രൊവിൻസിൽ ചേർന്നു. അൾത്താര സംഘാംഗങ്ങൾ എല്ലാവരും ആൽഫിന് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. ഫുട്ബോൾ ടീം. അൾത്താര സംഘാംഗങ്ങൾക്ക് ഒരു ഫുട്ബോൾ ടീമുണ്ട്. അവധി ദിവസങ്ങളിൽ ഫുട്ബോൾ, ക്യാരം ബോർഡ് എന്നിവ കളിക്കുന്നു. എല്ലാ വർഷവും അതിരൂപതയിൽ നടത്തുന്ന SFL ഫുട്ബോൾ ലീഗിൽ നമ്മുടെ ഓൾട്ടർ ബോയ്സ് പങ്കെടുക്കാറുണ്ട്. അംഗത്വ സ്വീകരണം. മെയ് 12 മുതൽ എല്ലാ ദിവസവും അൾത്താര സംഘത്തിലേക്ക് പുതിയതായി ചേരുന്ന അംഗങ്ങൾക്കുള്ള പരിശീലനം നടന്നു. രാവിലെ ദിവ്യബലിയോടുകൂടി 9:30 വരെയായിരുന്നു പരിശീലനം. ജൂൺ 29-ന് പരിശീലനം പൂർത്തിയാക്കുകയും 11 പേരെ അൾത്താര സംഘത്തിലേക്ക് സ്വീകരിച്ചു. കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം കാഴ്ച സമർപ്പണം നടത്തുകയും വികാരി അച്ഛൻ തിരുവസ്ത്രം വെഞ്ചരിച്ച് നൽകുകയും ബാഡ്ജ് അണിയിക്കുകയും ചെയ്തു. തിരുനാൾ ആഘോഷങ്ങൾ. ഡിസംബർ 27-ന് മുൻ വികാരി ജീജു വെള്ളുപ്പാറയച്ചന്റെ തിരുനാൾ സമയോചിതമായി ആഘോഷിച്ചു. ജൂലൈ 3-ന് ഡയറക്ടർ തോമസ് വടക്കൂട്ടച്ചനും തിരുനാൾ ആഘോഷിക്കുകയും അച്ഛന് ആശംസകൾ നേരുകയും ചെയ്തു. മോഡൽ ഓൾട്ടർ ബോയ്. കഴിഞ്ഞ വർഷത്തെ മോഡൽ ഓൾട്ടർ ബോയ്ക്കുള്ള അവാർഡ് ആൽവിൻ ജോയ്ക്ക് ലഭിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം കൂടുതൽ ഗ്രേസ് മാർക്കുള്ള ആൽഫിൻ ടോണി, ക്രിസ്റ്റോസിനോ,
ആൽവിൻ ജോയ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. അൾത്താര സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന വികാരി അച്ഛന്മാർ ബഹുമാനപ്പെട്ട ജീജു വള്ളൂപ്പാറ അച്ഛനും ഡെന്നി താണിക്കൽ അച്ഛനും തോമസ് വടക്കൂട്ടച്ഛനും ആനിമേറ്റർ സിസ്റ്റർ ചൈതന്യയ്ക്കും ഡീക്കൻ ജോബിനും സ്റ്റീഫൻ ചേട്ടനും ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.